നമസ്കാരം. ജ്യോതിഷത്തെ മനസ്സിലാക്കുക എന്ന വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ശുക്രഗ്രഹത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഐശ്വര്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും പ്രതീകമായി ശുക്രഗ്രഹത്തെ കാണുന്നു. ശുക്രൻ കളത്രകാരകൻ ആകുന്നു. ശുക്രൻ കളത്രകാരകൻ എന്നാണ് അറിയപ്പെടുന്നത്. അസുരഗുരുവായ ശുക്രാചാര്യർ തന്നെയാണ് ശുക്രഗ്രഹ ദേവൻ എന്ന് വിശ്വസിക്കപ്പെടുന്നു. മഹാലക്ഷ്മി ദേവിയാകുന്നു ശുക്രൻ്റെ അതിദേവത. ഭാര്യ, ഭർത്താവ്, വിവാഹം, സമ്പത്ത്, വസ്ത്രം, ആഭരണം, നിധി, മൈഥുനം, ബഹുഭാര്യത്വം, സ്ത്രീ വിഷയം, ഉത്സാഹം, സംഭാഷണ ചാതുര്യം, അലങ്കാരം, സംഗീതം, നൃത്തം, കഥ, ഐശ്വര്യം, വാഹനം എന്നിവയെല്ലാം ശുക്രനെ കൊണ്ട് ചിന്തിക്കുന്നു. ശുക്രൻ കാമവികാരത്തെ പ്രതിനിധീകരിക്കുന്നു. ബുധനും ശനിയും ബന്ധുക്കളും, കുജനും ഗുരുവും സമന്മാരും, സൂര്യനും ചന്ദ്രനും ശത്രുക്കളും ആകുന്നു ശുക്രൻ. ശുക്രൻ പ്രകൃത്യ ശുഭഗ്രഹമാകുന്നു. ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒത്ത കിരീടത്തോടു കൂടിയവൻ ആകുന്നു ശുക്രൻ. ശുക്രന് 14 കിരണങ്ങൾ ആണ് ഉള്ളത്. വെള്ള നിറത്തോടു കൂടിയ വസ്ത്രങ്ങൾ ശുക്രൻ ധരിക്കുന്നു. വെളുപ്പ് നിറം ആകുന്നു ശുക്രൻ്റേത്. കിടപ്പ് മുറിയാകുന്നു ഭവനത്തിലെ ശുക്രൻ്റെ സ്ഥാനം. കാലാദികളിൽ പക്ഷം അഥവാ 15 ദിവസം ആകുന്നു ശുക്രൻ്റേത്. ശുക്രൻ്റെ വൃക്ഷം ഫലം ഉള്ളതും അധികം പുഷ്പങ്ങൾ ഉള്ളതുമായ ചെടികളും ലതാദികളും ആകുന്നു. രസങ്ങളിൽ പുളിപ്പ് ആകുന്നു ശുക്രൻ്റേത്. ലോഹം വെള്ളി ആകുന്നു. രത്നം വജ്രം ആകുന്നു. വസന്തകാലമാകുന്നു കാലങ്ങളിൽ ശുക്രൻ്റേത്. ദിക്ക് തെക്ക് കിഴക്ക് ആകുന്നു. ഗുണങ്ങളിൽ രജോ ഗുണമാകുന്നു ശുക്രൻ്റേത്. ഇതൊക്കെയാകുന്നു ശുക്രഗ്രഹത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ശുക്രഗ്രഹ ദോഷ പരിഹാരങ്ങളും ശുക്രഗ്രഹ പ്രീതി നേടാനുള്ള ലളിതമായ മാർഗങ്ങളും അടുത്ത ഭാഗത്തിൽ മനസ്സിലാക്കാം.